വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മളെന്ന് വന്നിരിക്കുന്ന ഒരു ചലഞ്ച് ആയിട്ടാണ്. അപ്പൊ നമ്മള് ഒരു ഐറ്റോടെ കൊടുക്കുന്ന ഒരു സംഭവം കൊടുന്ന വെച്ചിട്ട് നമ്മുടെ കണ്ണ് കിട്ടും. എന്നിട്ട് അത് തൊട്ടൊക്കിട്ട് എന്താണ് കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്യണം. മണക്കാനോ ടേസ്റ്റ് ചെയ്യാനോ ഒന്നും പാടില്ല. അപ്പൊ ഇത് എന്റെ ഫ്രണ്ട് സ്വത്തമ്മ, ഞാൻ വിളിക്കുന്ന സ്വത്തമ്മയാണ്. ശരിക്കുള്ള പേര് ദിൽഷ ഫാത്തിമ എന്നാണ്. നമുക്ക് നേരെ ഈ വീഡിയോക്ക് എടുക്കാം. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക. അപ്പൊ അപ്പൊ ഫസ്റ്റ് എന്റെയാണ് കണ്ണു മൊത്തം പോണത്. നമ്മുടെ ഇലൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. പാത്രം വെച്ചിട്ടില്ല, കാരണം എന്തൊക്കെ കൊടുന്ന് വെക്കാന്ന് നമുക്കറിയില്ല. അപ്പൊ ഉമ്മ പറഞ്ഞ് ഇല വെച്ചാൽ മതിയെന്ന്. ഞാൻ എന്റെ കണ്ണ് കെട്ടാൻ പോകുകയാണ്. ഞാൻ വളരെ എക്സൈറ്റ്മെന്റിലാണ്. അപ്പൊ നമുക്ക് എന്റെ കണ്ണ് വെക്കാം. അപ്പൊ ഗൈസ്, നമ്മുടെ നിച്ചുവിന്റെ കണ്ണൊക്കെ പൊത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി ഓരോ സാധനങ്ങളായിട്ട് വെക്കാം. അവളുടെ റിയാക്ഷൻ കൂടി നമുക്കറിയാം. കുറച്ചുകൂടി ഇങ്ങോട്ട് നീങ്ങുന്നേ. ഞങ്ങൾ പറയുമ്പോ തൊട്ടാ മതി. എന്തത് പഴത്തിന്റെ തൊലിയ? പറ എന്താന്നുള്ളത് പറ. ചെമ്പരത്തി. ആ ശരി അല്ലേ? കറക്റ്റാണ്. ഇവിടെ അപ്പൊ ഞാൻ അടുത്ത് വെക്കാം. ഇവിടെ അല്ലേ? എവിടെ നീ തൊഴില്? എവിടെ ചകിരി? ചകിരിയും കണ്ടുപിടിച്ചു. അവൾക്ക് 2 മാർക്ക് കിട്ടിയിട്ടുണ്ട്. കൺഗ്രാച്ചുലേഷൻസ്. അപ്പം ആൾക്ക് 3 സാധനം വെച്ചെടുക്കാം. അവളുടെ റിയാക്ഷൻ വീണ്ടും നമുക്ക് നോക്കാം. അടുത്ത സംഭവം വെച്ചിട്ടുണ്ട്. റിയാക്ഷൻ നോക്കാം. കാരണം നമ്മള് എന്തൊക്കെ അതൊന്നും എന്റെ മോളെ പേടിയാ. മണം വന്നില്ല. പക്ഷെ മിച്ച് തോട്ടി മിച്ച് വന്നാലും എനിക്ക് എന്താണെന്നുള്ള മനസ്സിലാവുള്ളൂ. എവിടേക്കൊക്കെ ഇപ്പൊ എന്നല്ല അത് തൊട്ടല്ല. പറ എന്തായിരുന്നു? അല്ല പൈക്കട തക്കാളി. അപ്പൊ ഗൈസ്, അവൾ കണ്ടുപിടിച്ചു. നമുക്ക് അതിലൂടെ ചൂടവണ്ണേ. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. പുഴുവിനെ നോക്കട്ടെ. പുഴുവിനെ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്റെ പേര് ചുട്ടെന്നാണ് അവളൊക്കെ വിളിക്കുക. ചുട്ടെന്നാണ് നിങ്ങൾ വിളിച്ചാൽ മതി. നിജിന്റെ റിയാക്ഷനെ കണ്ടു ചിരിച്ചു മരിച്ചു. ഒന്ന് പോവാടാ മരമാക്കി പോയി തരത്തി പോയി കളിക്കടാപ്പ. പിന്നെ നമുക്ക് അടുത്തത് ചെയ്തിട്ട് നമുക്ക് ചിരിച്ചു മരിക്കാം. നിങ്ങളുടെ ഫോണ് ഇവിടെ നിൽക്കാം. അപ്പൊ നമ്മള് താരം വെച്ചിട്ടുണ്ട്. അതിലെന്തായാലും മനസ്സിലായിണ്ടാവും. അത് ഞാൻ ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇത് കൂടി കഴിഞ്ഞിട്ട് കഴിഞ്ഞില്ലേ? ഇനി നമുക്ക് ഇവളെ കൊണ്ട് തൊടിയിപ്പിക്കാം. ഇവളുടെ റിയാക്ഷൻ കാണാം. ചിരിച്ചു മരിക്കാം. കേട്ടോ പോളെ? ഇവിടെ നിന്നല്ലേ? ഇവിടെ 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 നിങ്ങള് എവിടത്തെ വിടണേ? പഴം ചീഞ്ഞതാ? അല്ലല്ല, ചിരി വന്നിട്ട്
ചാളമീനാണോ? അല്ല മത്തി കൂടുതൽ അതൊന്നും പറയാൻ പറ്റില്ല. മനസ്സിലുള്ള മോളെ പ്ലിങ്ങ പ്ലിങ്ങ നല്ല സാധനം പുഴൊന്നുമില്ലല്ലോ. അറിയില്ല അറിയില്ല. ഇതൊക്കെ ഞാൻ കണ്ടുപിടിച്ചതാണ് കേട്ടോ. വേണ്ട അവിടെ ഇതാക്കി മതി. എന്നിട്ട് കാക്കയുടെ അതല്ല തോടൊക്കെ വേഗം അല്ല മട്ട അപ്പൊ നീ മുണ്ടാടുന്നു. അപ്പൊ ടൈം ഔട്ട് ആയെന്ന് വെച്ച് കൊറേ നേരം ഇവിടെ ചെയ്യാൻ ഇല്ല അത് നിച്ചൊരു കണ്ണു തുറന്ന് കാണിച്ചു കൊടുക്ക വീഡിയോയില്. അത് നിനക്ക് എന്താ സാധനം അറിയണ്ടേ? പേടിക്കരുത്. ഇല്ല നിച്ചു തിരിക്കരുത് കേട്ടോ, അവിടെ സാധനങ്ങളുണ്ട്. ഇത് കാണിച്ചു എന്താ കണ്ണ് കാണാല. ചളിയും തോന്നുന്നു. ഇത് മുട്ടപ്പഴം. മുട്ടപ്പഴം നാലെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ അവള് 3 റെഡിയാക്കി. 4ാമത്തത് അവള് തിരിച്ചു. നമുക്ക് 5ാമത്തത് വെക്കാം. ടോട്ടൽ 8 ഉണ്ട്. പിന്നെ അടുത്ത റിയാക്ഷൻ കാണാം. നല്ലൊരു ഇൻട്രസ്റ്റ് ആയിട്ടാണ് വിളിക്കണത്. ഈ അവസരത്തിൽ നിച്ചുന് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. ഈ അവസരത്തിൽ കാനമുട്ട. അപ്പൊ ഗൈസ് ഇതൊരു ചെറിയ സാധനമാണ്. അതുകൊണ്ട് ഇതിനെ കാണുമെന്നുള്ളതൊക്കെ ചെറിയ ഡൗട്ട് ഉണ്ട്. നല്ല മണൊക്കെ കേട്ടോ. അതൊക്കെ കുളിക്കും മണക്ക്. ഇത് നല്ല സാധന തോന്നുന്നു. നല്ല സാധനമല്ല. അല്ല ഗൈസ് നല്ല സാധനം. ഇതിലും ചെറുതായിട്ട് പുഴൊക്കെ ഉണ്ട്. ഹാൻഡ് വാഷിട്ട് കളിക്കിട്ട് വന്നേക്കേ മണക്കാൻ. സോപ്പ് വെള്ളം 3 വട്ടം പറയാൻ പാടുള്ളോ? 2 വട്ടം മനസ്സിലാവോ? ഓക്കെ ജെല്ലാന്ന് പറഞ്ഞു. അപ്പൊ എന്തിന്റെ കൂടി പറഞ്ഞോട്ടെ. ഇങ്ങനൊക്കെ ഇവിടെ കൈ കഴിപ്പിച്ചോട്ടാ. കഴുകി ഇത് സോപ്പ് വെള്ളം തുപ്പലം. തുപ്പലല്ല ജെല്ല് തുപ്പല സാനിറ്റൈസർ. അപ്പൊ കഴിച്ചു കൊറേ വട്ടം തെച്ചിച്ചു. ഇവിടെ ജെല്ലാണ്. ഇത് അലോവേറ ജെല്ലാണ്. അന്നെന്തെങ്കിലൊക്കെ ചെയ്യണ്ട പോളെ. കൈ കഴുകണ ആവശ്യം അലോവേറ ജെല്ലല്ലേ. അപ്പൊ കുഴപ്പമില്ല. നമ്മളിപ്പോ 6ാമത്തെ വെച്ചേക്കണത്. അവള് 5ാമത്തെ തെച്ചിച്ചു. അലോവേറ ജെല്ലായിരുന്നു. അവളെന്തൊക്കെ ഉപ്പലൊക്കെ എന്തൊക്കെയെന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു. ഇതെന്താ സാധനം എന്നുള്ള
കാണിച്ചു കൊടുക്ക്. നല്ല അലോവേറ ജെല്ലാണ്. ഒലക്ക കണ്ടിട്ട് നമുക്ക് മനസ്സിലാവുണ്ടാവും വിചാരിക്കുന്നു. ഒരു ഇപ്പൊ വേറെ അതൊന്നല്ല, അതിനൊക്കെ ഒരു രൂപ ഒക്കെ ആയിട്ട് വരും. നോക്കണോ? തൊട്ടോ 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 ഇവിടെ ഇല്ല. ആളാക്കണ സാധനട്ടാ, ജീവനുള്ളതാണ്. ജീവനുണ്ട് ഗൈസ്. എന്തിനാ പിടിക്കണേ? ആരാ പറഞ്ഞേ? ഒലക്ക കൂടെയാണ്. ഞങ്ങളിപ്പോ പാവിനൊന്നും പിടിച്ചിട്ടില്ല, നീ അതിന് പിടിച്ചോ. കണ്ണ് വീഡിയോടെ മീനതിനെ കണ്ടിട്ട് പഠിക്കും ചിലപ്പോ കടിച്ചതൊക്കെ ഇരിക്കും. എന്നാ വരുന്ന ടൈമിലൊന്ന് ചെറുതായിട്ട് എനിക്ക് കടിച്ചു. പിടിച്ചോ പിടിച്ചോ. എന്താണോ ടച്ച് ചെയ്തിട്ട് പറ എന്താന്ന്. ഇന്നും മറ്റേ കറി വെക്കാൻ വേണ്ടി കാണിച്ചിട്ടുണ്ടായിരുന്നതാ. ആ ജീവൻ അതൊന്നുമല്ല മീൻ്റെ. അപ്പൊ ഉമ്മച്ചി കറി വെക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടെന്നാണ്. ഞാൻ അതിന് അറിയാതൊന്ന് കുറിച്ച് കണ്ണക്കുണ്ടടി വായക്കുണ്ട്. ഇപ്പൊ കടിക്കൂട്ടാ കയ്യിലേക്ക്. പിന്നെ ജീവനാ തല കടിക്കണത് പോയെ. അപ്പൊ ഇന്നെന്തായാലും കൊറേ നേരം ഇതിനാ ചെയ്യുന്നതും അതിനുള്ളിൽ പുഴുണ്ടാവും. അടുത്ത് വെക്കാൻ പോണത് കോഴീന്റെ വേസ്റ്റാണ്. അവളെ റിയാക്ഷൻ എങ്ങനെയൊക്കെ നമുക്ക് കാണാം. കോഴീന്റെ ഒരു കരളൊക്കെ ആയിട്ട് വരും. തൊടുമ്പോൾ എന്തൊക്കെയാ പോലെ ഉറുമ്പൊക്കെ വന്നിട്ട് ജീവനില്ലാത്ത സാധനം കൊടമ്പുളി എടുക്കടാ. ആ മീൻ്റെ ഉള്ളിലുണ്ടാണോ വേസ്റ്റാണോ? മണത്തിട്ട് ചിക്കന്റെ വേസ്റ്റാണോ? കറക്റ്റ്. പറ്റില്ല. ലാസ്റ്റ് കളിക്കില്ല. എനിക്കെന്താ ശരി. അപ്പൊ ഇത് ലാസ്റ്റ് സംഭവം. എട്ടാമത്തത് ഇതിൽ ഞാൻ കറക്റ്റ് ആക്കി. ഇത് കറക്റ്റ് ആക്കുന്നത് നമുക്ക് കാണാം, വലിയ കാണാം. തൊട്ടോട് പാടേ അങ്ങനെയൊക്കെ ആയിട്ട് വേണമെങ്കിൽ വരും. എടുക്കാൻ പാടില്ല. എവിടെ പിടിക്കാൻ? ചെരുപ്പിലെ ഉള്ളു ഒരു ക്ലൂവും കൊടുക്കണ്ട. എങ്ങനെയാണ് മോളിലെ ഒരു എക്സ്പീരിയൻസ്? അറിയില്ല. അപ്പൊ എന്തായാലും എനിക്ക് ഇവള് കണ്ണു തുറന്നോട്ടെ. വെറും ചക്കേന്റെ എന്താ പറയുന്നതിനെ? മടല്. മടല്.
നമ്മള് ഇവിടെ 8 എണ്ണത്തില് 5 എണ്ണ കറക്റ്റ് ആക്കി. 5 എണ്ണം കറക്റ്റ് ആക്കിയുടെ ദിവസം എങ്ങനെയൊക്കെയാണ് അവള് കറക്റ്റ് ആക്കിയത്. ഇംഗ്ലീഷ് എന്തായാലും കറക്റ്റ് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളല്ലേ. നമ്മുടെ അടുത്ത ദിവസം വേണമെങ്കി അവൾക്ക് ഞാൻ പണി കൊടുക്കണ്ടേ. റെഡി അല്ലേ? റെഡി ഞാൻ പാവല്ലേ, എനിക്ക് അധികം നമുക്ക് പാവാം. അപ്പൊ കണ്ടേട്ടോ, നമുക്ക് കെട്ടിക്കോ. ഗായ്സ് നമ്മളെ ഫസ്റ്റത്തെ സംഭവം വെച്ചിട്ടുണ്ട്. ചെലപ്പോ ഫുള്ളൊക്കെ ഉണ്ടല്ലോ, അതേ വേറെ കുത്തും ചെലപ്പോ. തീരെ മാറല്ലോ. അയ്യേ കക്കൂസ് കഴിക്കണ പക്ഷ നമ്മുടെ മറ്റേ ബോട്ടിലിന്റെ സംഭവമാണ്. അപ്പൊ ഫസ്റ്റത്തെ റൗണ്ടില് അവള് വിജയിച്ചു. നമുക്ക് ഇനി അടുത്ത റൗണ്ടിലേക്ക് കിടക്കാം. നമുക്കിത് തുടങ്ങാം. ചിലപ്പോ മുള്ളൊക്കെ ഉണ്ടാവും. തൊട്ടിട്ടില്ലല്ലേ ഇനി. ഇളകണ്ട് എന്ത് വലിയ കണ്ണുള്ള സാധനം പോലൊക്കെ ഉണ്ടല്ലോ ഇവിടെ. എന്തിട്ടാണ് കറക്റ്റ് ഗസ് ചെയ്യ്. നോക്കിയോ, ഇതൊന്നും തൊട്ടിട്ടൊന്നും തോന്നില്ല. പൈപ്പാണോ? പൈപ്പ് ഇങ്ങനെ അതിന്റെ പല്ലുകള് കണ്ടിട്ട് നമുക്ക് തോന്നണില്ല. അത് എവിടെ കിട്ടണായിരുന്നപ്പോ തലയിൽ കൊണ്ടുപോയി വെച്ചത്. മണെടുക്കും വേണമെങ്കിൽ അതൊന്നുമില്ല. അപ്പൊ നമ്മള് അടുത്ത സംഭവം വെച്ചിട്ടുണ്ട്. ഞാൻ പിടിച്ചോളാം. വലിച്ചെറിയരുത് കേട്ടാ. മുള്ളമതിനെ തൊടണം പറ്റില്ല. എന്താ പൊടിഞ്ഞു പോണോ? ചിലപ്പോ ജീവാനുള്ളതായിരിക്കും. തെങ്ങിന്റെ ഉണ്ട പോലത്തെ സോയാബീന് പറ കളിക്കാറുള്ള അതല്ല. കാട്ടും ഇതൊന്നുമല്ല. ചെലപ്പോ നോ സ്മെല്ലടിക്കാൻ പാടില്ല. ഇതൊന്നും വരുന്നില്ല. എനിക്കറിയില്ല കേട്ടോ. ആ അപ്പൊ അവള് തോറ്റുണ്ട് പറഞ്ഞോ. എന്തൊരു സാധനം? ഞാവൽപ്പഴം ഉണങ്ങിയതാണ്. ഇത് ഞാവൽപ്പഴാണോ? ഞാവൽപ്പഴം ഉണങ്ങിയത്. ഞാൻ വിചാരിച്ച നമുക്ക് സോയാബീൻ പണ്ട് കളിക്കാൻ സാധനം. ഇവിടെ ഞാൻ ഒരു കൈയാക്കരുത്. വാഴേന്റെ ഒരു സ്വത്തുമ്പോ പുലിയാണ് കേട്ടോ. മറ്റേ വാഴേന്റെ ഇത് വെച്ച സാധനല്ലേ, എന്റെ പേരെന്താ? മാണിയുടെ തൊലി. അതന്നെ മച്ചിങ്ങനെ അടുത്തടെ അമ്മാരെ വെടിക്കെടുത്ത മണക്കാൻ പാടില്ല. മണക്കാൻ പാടില്ല. ബീട്രൂട്ട് ആണോ? ആണോ? നിനക്ക് എന്താ എല്ലാം കണ്ടുപിടിക്കുന്നുണ്ട്. എന്താന്ന് അറിയാം, നിങ്ങക്ക് അറിയാൻ കമന്റ് ചെയ്തത് കൊടംപുളി ഉണക്കിയ മോദിച്ചോക്കാൻ പാടില്ല കേട്ടോ. വെച്ച് എല്ലാ നിച്ചെന്റെ അടുത്ത് നിക്ക്. എന്റെ കൈ കുത്തറ പോലെ അതിനവിടെ നല്ല എറിയരുത്. അത് കൈക്ക് വരുമ്പോ എന്താ പോലെ തന്നെ പറഞ്ഞതാ. എവിടെ
കൊടംപുളി. കൊടംപുളി എടുക്ക്. ഞാൻ പേടിക്കണ്ട. ഇതിലെ തൊടാനൊന്നും പാടില്ല ടച്ച് ടച്ച് വലിച്ചെറിയരുത്. അല്ല തൊട്ടിട്ട് പറ മീന ആൾക്കാർ തൊടരുത്. ഞാൻ വരില്ല. ഞാനൊക്കെ എന്ത് ധൈര്യം വലിച്ചെറിയരുത്. വലിച്ചെറിയരുത്. അതിന് ഈ ചിക്കനെ തൊട്ടിട്ടുണ്ടാ? തൊട്ടു. അതിനെന്താ എല്ല് പോലത്തെ സാധനം ഉണ്ട്. ചിക്കനെ കാല ഒന്നുകൂടി തൊട്ടിട്ട് പറയും. സ്വത്തുമ്പോ ചിക്കൻ മുഴുവൻ ഇരുന്ന് തിന്നാറുണ്ട് തോന്നുന്നു. എല്ലാം മനസ്സിലാവുന്നുണ്ട്. ഒന്നുകൂടി എടുത്ത് നോക്കി നോക്ക്. ശരിയാ ശരിയാ ശരിയാ. ഓക്കെ. എന്തൊട്ട് ചെയ്യത്? അവിടെ വെച്ചോ. അവിടെ ചെന്നിക്ക്. അതൊന്നല്ല. ഇവിടെ ഇവിടെയാ സൈഡില. എന്താന്ന് പറ. അറിയില്ലേ? തൊട്ട് നോക്ക്. ഞാൻ കണ്ടില്ല. എടുത്തോട്ട് എടുത്തെറിയരുത്. എനിക്ക് ചിക്കൻ അറിയില്ല. ആളുകളൊന്നുമില്ല. ആളുകളും കൂടി ഇല്ലത്. ഇത് കോഴിയുടെ കാലോ? കോഴിയുടെ കാലൊന്ന് പോയായിരുന്നേ. തൊട്ടോ. നീ മേടിക്കണ്ട. തട്ടരുത് തട്ടരുത്. ടച്ച് ചെയ്തിട്ട് പറ. ക്ലിയർ ആയി കാണാം. തൊട്ടോ തൊട്ടോ. അവിടല്ല ജീവനൊന്നുമില്ല. എറിയരുത്. പേടിക്കണ്ട. തൊട്ടോ. ഇവളൊക്കെ നിർത്തിയേക്കണം കേട്ടോ. അത് വേണ്ട. എന്തോ കോഴിനെ എന്തോ പാട്ടാന്നൊക്കെ മനസ്സിലായിക്കോട്ടെ. അത് പിടിച്ചു നോക്ക്. ശരിയാ ശരിയാ. എട്ടാണതില് രണ്ടെണ്ണേ പറയാത്തല്ലോ. രണ്ടെണ്ണല്ലേ? ഒരെണ്ണം ഇതും പിന്നെ ഒരെണ്ണം ഏതായിരുന്നു? ചിക്കൻ. ചിക്കൻ അല്ല, വേറെ വേറെ മറ്റേത് എന്തിട്ട് മറ്റേ ആട്ടുകാട്ട് പോലത്തെ സംഭവല്ലേ? എന്ത് ഞാവൽപ്പഴം. അതും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഏതാണ്? പിന്നെ അത്രല്ലോ അടുത്ത നമ്മുടെ ആണ് ഗായ്സ്. വെള്ളക്കാണെന്ന് നീനൂര് വേണ്ട. അത്രക്ക് ഞങ്ങൾ ചെയ്യൊന്നുമില്ല. അത്രക്കൊന്നും ചെയ്യില്ല. കോഴിയുടെ തലക്ക് എന്തിനൊക്കെ തന്നേ മോളെ. പിടിച്ചിട്ടൊന്നുമില്ലല്ലോ. നമുക്ക് നേരെ അതിന്റെ ഇടയിൽ എന്റെ മൂക്ക് പോയി ഇടിച്ചു. അത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവള് ഇത് ഇങ്ങനെ ഇതെടുക്കുമ്പോഴല്ല കോഴിയുടെ കാലെടുക്കുന്നു. ജീവിക്കാൻ ഇപ്പം ഒരു മോഹം തോന്നുന്നു. അതുകൊണ്ട് ചോദിക്കുക, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? അപ്പൊ അതിനെക്കാട്ട് എന്നത് ഞാൻ ഇതിന് പോലെ ഇടിച്ച് കോഴിയുടെ തലക്കൊക്കെ തന്നെ എന്റെ റേറ്റിൽ ഇങ്ങനെ അതിനേക്കാളും അത് ഇവള് ഇറക്കിണ്ട്. മതി. ഓക്കെ സെറ്റ്. ഷാളിട്ടോ. കോഴിയുടെ
കോഴിയുടെ പാർത്ത അല്ലല്ല ഇതാ, അപ്പൊ എന്താണെന്ന്? ഓക്കെ കോഴിയുടെതല്ല. ഞാൻ പറഞ്ഞു. നീ തീർന്നടാ, നീ തീർന്നു. കോഴിയല്ല. ഞാൻ പിടിച്ചുതാ നോക്ക്, ഞാൻ പിടിച്ചു. മീനു അവളെ കൊണ്ട് ചെയ്യിപ്പിക്കാന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ അവള് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയി. അപ്പൊ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് നമ്മുടെ വ്ളോഗ്. അവളായിട്ട് എന്താ അവള് തോറ്റ് തൊപ്പിട്ടു, അവൾക്ക് ഒരു ധൈര്യമില്ല. ഈ ഒരു സംഭവം തൊടാൻ പോലെ ആൾക്കറിയില്ല. കോഴിയുടെ പറഞ്ഞിട്ട് എന്താ പറയാ കാര്യം അതിനെക്കാട്ടി വലുതെന്ന് ഞാൻ. അപ്പൊ ഇതില് അപ്പൊ ഗൈസ്, അപ്പൊ ഇതില് ജയിച്ചിട്ടുള്ളത് നമ്മുടെ സ്വത്തുമ്മയാണ്. കാരണം 2 അവളും തൊറ്റ്, 3 ഞാനും തൊറ്റ്, ഇവള് എല്ലാം തൊറ്റി, ഉണ്ടായിരുന്നില്ല. അപ്പൊ വിന്നറായിട്ടുള്ള എനിക്ക് ഒന്നുമില്ല. ആ കോഴിത്തല കണ്ട് എടുത്ത് കൊടുത്ത വിന്നറിന് കോഴിത്തല സമ്മാനം. അപ്പൊ നമ്മുടെ വ്ളോഗ് ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.